വെൽക്കം ടു ദി സെഷൻ ഓൺ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യാം, തന്നിരിക്കുന്ന ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എങ്ങനെ ഫോം ചെയ്യാം എന്നുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ഈ സെഷനിൽ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ബൈ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ പഠിച്ച പ്രകാരം പോലെ തന്നെ വിച്ച് ഈസ് എ റിലേഷൻ കണക്റ്റിംഗ് ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആൻഡ് ദി ഡിപെൻഡൻറ്റ് വേരിയബിൾ which satisfies the given equation. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും ഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ ആയിരിക്കും. ആ റിലേഷൻ തന്നിരിക്കുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൂടി ആയിരിക്കണം എങ്കിൽ അതിനെ സൊല്യൂഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കാം. Which is also called the integral of the partial differential equation. Solution integral of the partial differential equation എന്നും പറയാം. The solution of a partial differential equation contain arbitrary constants or arbitrary functions. Formation of differential equation എന്നതിൽ നമ്മൾ formation by arbitrary constants and formation by arbitrary functions അങ്ങനെ രണ്ട് ഫോർമേഷനാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് പറയുമ്പോൾ കിട്ടുന്നത് ആർബിട്രറി കോൺസ്റ്റൻസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആയിരിക്കും, അതായിരിക്കും സൊല്യൂഷൻ. അല്ല എങ്കിൽ ആർബിട്രറി ഫങ്ഷൻസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു റിലേഷൻ ആയിരിക്കും കിട്ടുന്നത്. Accordingly, we have two types of solutions for a partial differential equation. A solution which contains as many arbitrary constants as the number of independent variables is called the complete solution. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ എണ്ണം അത്രയും എണ്ണം ആർബിട്രറി കോൺസ്റ്റൻസ് സൊല്യൂഷനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്നുവെങ്കിൽ അത്തരം സൊല്യൂഷൻസിനെ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇൻ്റഗ്രൽ എന്ന് വിളിക്കാം. അനദർ ടൈപ്പ് എന്ന് പറയുമ്പോൾ എ സൊല്യൂഷൻ which contains as many arbitrary functions as the order of the equation is called the general solution or general integral. തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ ഓർഡർ എന്താണെന്ന് നോക്കുക. അത്രയും എണ്ണം ആർബിട്രറി ഫങ്ഷൻസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു റിലേഷൻ ആയിരിക്കും സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടുന്നത്. ബൈ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ സൊല്യൂഷൻ ബൈ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ മുന്നേ പഠിച്ച പോലെ തന്നെ ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് റിലേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സും ആണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. കറസ്പോണ്ടിങ്ലി ഇൻ്റഗ്രേഷനകത്ത് പാർഷ്യൽ ഇൻ്റഗ്രേഷൻസ് ആയിരിക്കും കണ്ടെയ്ൻ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഒരു സിംഗിൾ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് എഴുതുന്നത് സി എന്നോ കെ എന്നോ ഒക്കെ കോൺസ്റ്റന്റ് ആയിട്ടാണ് എഴുതാറ്. ഈ കേസിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷനെ, ഒരു 2 വേരിയബിൾ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു എക്സ് എങ്കിൽ അവിടെ വൈ ഫിക്സഡ് ആണ്. അപ്പം എക്സ് ഇല്ലാത്ത ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് വൈ, വൈയിലുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ്റെ സ്ഥാനത്ത് എഴുതേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ചിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്നത് എക്സിലുള്ള ഒരു ഫംഗ്ഷനായിട്ട് ജി ഓഫ് എക്സ് എന്നോ എച്ച് ഓഫ് എക്സ് എന്നൊക്കെ എഴുതി വെക്കുക. അല്ലാതെ സാധാരണ ഇടുന്ന പോലെ C1 C2 എന്നോ K1 K2 എന്നോ അങ്ങനെ എഴുതരുത്. 2 വേരിയബിൾ ഫംഗ്ഷൻസ് ആയതാണ്. ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. വി ഹാവ് ടു സോൾവ് this partial differential equation. Dou square z by dou x dou y is equal to e raised to minus y into cos x. ഇതൊരു സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. എക്സും വൈയും രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്,
z ഡിപ്പെൻഡ് ചെയ്യുന്നു, വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ എക്സ് ആൻഡ് വൈ. അപ്പോൾ ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷൻ ഈ രൂപത്തിൽ എഴുതുന്നു. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ സ്ക്വയർ z ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് വൈ ഇൻറ്റു കോസ് എക്സ്. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ ഈ വിധത്തിൽ എഴുതുന്നു. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ z ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് വൈ ഇൻറ്റു കോസ് എക്സ്. ലെഫ്റ്റ് സൈഡിൽ ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് ഡോ വൈ എന്നായിരുന്നു, അതിനെ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ z ബൈ ഡോ വൈ എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് വൈ ഇൻറ്റു കോസ് എക്സ്. Now we integrate with respect to x, keeping y as fixed. Y fixed ചെയ്തുകൊണ്ട്, y constant ആയിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് with respect to x integrate ചെയ്യും. x ഉം y ഉം വേരിയബിൾസ് വരുന്ന ഒരു ഇക്വേഷൻ ആണ്. അപ്പോൾ അതിനെ with respect to x മാത്രമാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഡോ ബൈ ഡോ എക്സ് എന്നത് എലിമിനേറ്റഡ് ആകും. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് കൂടി ഡെറിവേറ്റീവിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ അത് പിന്നെ ഇല്ല, പിന്നെ ലെഫ്റ്റ് സൈഡിൽ വരെ ഡോ z ബൈ ഡോ വൈ എന്ന് മാത്രമായിരിക്കും. ദാറ്റ് ഇസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത് ഇൻ്റഗ്രേഷൻ, കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്നാണ് എഴുതാം. ഇ റേസ് ടു മൈനസ് വൈ കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം. വൈ കോൺസ്റ്റൻ്റ് ആയത് കാരണം ഇ റേസ് ടു മൈനസ് വൈ കോൺസ്റ്റൻ്റ് ആയിരിക്കും. പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്നത് ഈ കേസിൽ എ ഫംഗ്ഷൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്, എക്സ് ഇല്ലാത്തൊരു ഫംഗ്ഷൻ. അപ്പോൾ ഈ കേസിൽ എ ഫംഗ്ഷൻ ഇൻ വൈ, അതായിരിക്കും കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ്റെ സ്ഥാനത്ത് നമ്മൾ എഴുതേണ്ടത്. Now again we integrate with respect to y, keeping x fixed. x ഫിക്സ് ചെയ്തുകൊണ്ട്, x കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു y ഇൻ്റഗ്രേറ്റ് ചെയ്യും. കാരണം ഡോ z ബൈ ഡോ വൈ ആണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. നമുക്ക് വേണ്ടത് z ഈക്വൽ ടു എന്ന് പറഞ്ഞ റിലേഷൻ ആണ്. ഈ ഡോ ബൈ ഡോ വൈ എന്നുള്ളത് എലിമിനേറ്റഡ് ആവാൻ വേണ്ടി വിത്ത് റെസ്പെക്ട് ടു y ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ പിന്നെ z മാത്രമായിട്ട് മാറി, വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. അതുപോലെ എഴുതാം, എക്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ സൈൻ എക്സും കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈയുടെ ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് വൈ ഡിവൈഡഡ് ബൈ മൈനസ് വൺ എന്ന് വരും. ദാറ്റ് ഈസ് നെഗറ്റീവ് ഇ റേസ് ടു മൈനസ് വൈ എന്ന് എഴുതാം. പ്ലസ് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. അപ്പോൾ ഇതിനെ സിമ്പിൾ യൂസ് ചെയ്യുക, ഇൻ്റഗ്രൽ എഫ് ഓഫ് വൈ ഡി വൈ പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ വൈ കണ്ടെയ്ൻ ചെയ്യാത്തൊരു ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തത്. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് വൈ കണ്ടെയ്ൻ ചെയ്യാത്തൊരു ഫംഗ്ഷൻ, എ ഫംഗ്ഷൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് വൈ. അപ്പോൾ ഈ കേസിൽ പിന്നെ പോസിബിലിറ്റി എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആവുക എന്നുള്ളത് മാത്രമാണ്. അതിനെ ജി ഓഫ് എക്സ് എന്ന് നെയിം ചെയ്തു. ദാറ്റ് ഈസ് ഇസഡ് ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു മൈനസ് വൈ ഇൻറ്റു സൈൻ എക്സ് പ്ലസ് ഇൻ്റഗ്രൽ എഫ് ഓഫ് വൈ ഡി വൈ പ്ലസ് ജി ഓഫ് എക്സ്. ഇനി ഈ ഇൻ്റഗ്രൽ എഫ് ഓഫ് വൈ ഡി വൈ എന്നുള്ളത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വൈയിലുള്ള ഒരു ഫംഗ്ഷൻ തന്നെ ആയിരിക്കും. അതിനെ എച്ച് ഓഫ് വൈ എന്ന് നെയിം ചെയ്തു. ഇസഡ് ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു മൈനസ് വൈ ഇൻറ്റു സൈൻ എക്സ് പ്ലസ് എച്ച് ഓഫ് വൈ പ്ലസ് ജി ഓഫ് എക്സ് എന്ന് എഴുതാം. വേർ എച്ച് ഓഫ് വൈ ഈസ് ഇൻ്റഗ്രൽ എഫ് ഓഫ് വൈ ഡി വൈ, which is the required solution of the given partial differential equation. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് നോക്കുക, എച്ച് ആൻഡ് ജി. എച്ച് എന്ന് പറയുമ്പോൾ വൈയിലുള്ള ഒരു ഫംഗ്ഷൻ, ജി എന്ന് പറയുമ്പോൾ എക്സിലുള്ള ഒരു ആർബിട്രറി ഫംഗ്ഷൻ. അപ്പോൾ ഈ എച്ചും ജിയും രണ്ട് ആർബിട്രറി ഫംഗ്ഷൻസ് ആണ്. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു. അതിനകത്ത് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്തിയപ്പോൾ രണ്ട് ആർബിട്രറി ഫംഗ്ഷൻ കണ്ടെയ്ൻ ചെയ്യുന്നതായിട്ട് കിട്ടിയെന്നുള്ളതാണ്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. സോൾവ് ഡോ സ്ക്വയർ z by dou x square is equal to a square x. Also given that when x is equal to 0, dou z by dou x is equal to a sin y and dou z by dou y is equal to 0. തന്നിരിക്കുന്നത് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിൻ്റെ കൂടെ രണ്ട് കണ്ടീഷൻസ് കൂടി തന്നു. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ x 0 ആണ്. when x is equal to 0, the derivative of z with respect to x is a sin y, and when x is equal to 0, the derivative, partial derivative with respect to y is 0. ഇങ്ങനെ രണ്ട് കണ്ടീഷൻസ് കൂടി തന്നു. ഈ കണ്ടീഷൻസ് യൂസ് ചെയ്യുന്നത് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആർബിട്രറി കോൺസ്റ്റൻസോ അല്ലെങ്കിൽ ആർബിട്രറി ഫംഗ്ഷൻസോ ഉണ്ടാവും. അവയെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ കണ്ടീഷൻസ് നമുക്ക് തന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇക്വേഷൻ എഴുതുന്നു. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം.
സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആയിട്ട് മാറും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഡോ സെഡ് ബൈ ഡോ എക്സ് എന്നായിട്ട് മാറും. ദാറ്റ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 എന്നാണ്. പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്നത് നേരത്തെ നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ എ ഫംഗ്ഷൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് എച്ച് ഓഫ് വൈ. ഈ കേസിൽ എച്ച് ഓഫ് വൈ ആയിരിക്കും. എക്സും വൈ മാത്രമേ ഉള്ളൂ വേരിയബിൾസ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. അതിൽ എക്സ് കണ്ടെയ്ൻ ചെയ്യാത്ത ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ വൈയിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അതിന് എച്ച് ഓഫ് വൈ എന്ന് നെയിം ചെയ്തു. Now again we integrate this expression, equation number 1, with respect to x. കാരണം ഡോ സെഡ് ബൈ ഡോ എക്സ് ആണ് നമുക്ക് വേണ്ടത്, z ആണ്. അപ്പം ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യും. റൈറ്റ് സൈഡിൽ എ സ്ക്വയർ ബൈ 2 കോൺസ്റ്റൻ്റ് ആണ് തന്നെ എഴുതാം. എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3 എന്ന് വരും. എച്ച് ഓഫ് വൈ എന്ന് പറയുമ്പോൾ അതിൽ എക്സ് ഇല്ല, എക്സ് ഇല്ലാത്തൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഇൻറ്റു എക്സ് എന്ന് എഴുതാം. കോൺസ്റ്റന്റിൻ്റെ ഇൻ്റഗ്രൽ കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് എന്നാണല്ലോ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യും. അപ്പോൾ എച്ച് ഓഫ് വൈ ഇൻറ്റു എക്സ് എന്ന് വരും. പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്നുള്ളത് എ ഫംഗ്ഷൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആയിരിക്കും. ഈ കേസിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണല്ലോ ഇൻ്റഗ്രേഷൻ. അപ്പം എക്സ് ഇല്ലാത്ത ഒരു ഫംഗ്ഷൻ, അതിനെ ജി ഓഫ് വൈ എന്ന് നെയിം ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ ഇൻ്റഗ്രേഷൻ കൂടി ചെയ്യുമ്പോൾ z ഈക്വൽ ടു എ സ്ക്വയർ എക്സ് ക്യൂബ് ബൈ 6 പ്ലസ് എച്ച് ഓഫ് വൈ ഇൻറ്റു എക്സ് പ്ലസ് ജി ഓഫ് വൈ. ഇതിനെ 2 എന്നും വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്തപ്പോൾ കിട്ടിയ എക്സ്പ്രഷൻ 1 എന്നും നമ്പർ ചെയ്തു. നൗ വി ആർ യൂസിങ് ദി ഗിവൺ കണ്ടീഷൻസ്. ഫസ്റ്റ് കണ്ടീഷനകത്ത് ഡോ സെഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു എ സൈൻ ബൈ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ ഡോ സെഡ് ബൈ ഡോ എക്സ് ഉള്ള എക്സ്പ്രഷൻ ഈ 1 ആണ്, ഇക്വേഷൻ നമ്പർ 1 ആണ്. അതിൽ എക്സിന് 0 കൊടുക്കുന്നു. കറസ്പോണ്ടിങ്ങിലി ഡോ സെഡ് ബൈ ഡോ എക്സിന് എ സൈൻ ബൈ എന്ന് എഴുതുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എ സൈൻ ബൈ എന്ന് വരും. ഇസ് ഈക്വൽ ടു this is 0. This will become 0. 0 plus h of y. That is h of y is equal to a sin y. H of y is equal to a sin y. Now we differentiate equation 2. ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. കാരണം രണ്ടാമത്തെ കണ്ടീഷൻ യൂസ് ചെയ്യാൻ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ ഡോ സെഡ് ബൈ ഡോ വൈ ഈക്വൽ ടു 0 എന്നാണ്, വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ആ സെഡിൻ്റെ എക്സ്പ്രഷനിൽ നിന്നും ഡോ സെഡ് ബൈ ഡോ വൈ കണ്ടുപിടിക്കാം. ഇതാണ് സെഡിനുള്ള എക്സ്പ്രഷൻ. അതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് എഴുതാം ലെഫ്റ്റിൽ. ദാറ്റ്സ് ഈക്വൽ ടു എ സ്ക്വയർ എക്സ് ക്യൂബ് ബൈ 6 എന്നാണ്. വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 0 ആയിട്ട് പോകും. അതിൽ വൈ ഇല്ല, എല്ലാം കോൺസ്റ്റൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ഇസ് 0 പ്ലസ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് വൈയുടെ ഡെറിവേറ്റീവിനെ എച്ച് ഡാഷ് ഓഫ് വൈ എന്ന് എഴുതാം. സാധാരണ നമ്മൾ എഫ് ഡാഷ് എന്നൊക്കെ എഴുതുന്ന പോലെ എക്സ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ആയതുകൊണ്ട് എച്ച് ഡാഷ് വൈ എന്ന് എഴുതാം. പ്ലസ് ഈ കേസിൽ ജി ഡാഷ് ഓഫ് വൈ എന്നും എഴുതാം. ഡോ സെഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എച്ച് ഡാഷ് ഓഫ് വൈ പ്ലസ് g dash of y. Now we are using the second condition. Second condition is dou z by dou y equal to 0 when x is equal to 0. So ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ dou z by dou y 0 ആണ്, എക്സും 0 ആണ്. അപ്പം ലെഫ്റ്റ് സൈഡിൽ 0 ആയിട്ട് വരും, റൈറ്റ് സൈഡിൽ ഈ ഫസ്റ്റ് ടേം 0 ആയിട്ട് പോകും. നമുക്ക് കിട്ടുന്നത് g dash of y equal to 0 എന്നായിരിക്കും. ഡെറിവേറ്റീവ് ഓഫ് g with respect to y ആണ് g dash of y എന്ന് പറയുമ്പോൾ which is equal to 0. ഡെറിവേറ്റീവ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that function should be a constant. That is g of y is equal to a constant c എന്ന് എഴുതാം. അപ്പോൾ g of y equal to c എന്നും h of y equal to a sin y എന്നും നമുക്ക് കിട്ടി. അത് രണ്ടും z-ന് കിട്ടിയ ഈ എക്സ്പ്രഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ സൊല്യൂഷൻ z equal to a square x cube by 6 plus a into x into sin y plus c എന്ന് കിട്ടും.
is the required solution. അപ്പം ആർബിട്രറി ഫങ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്ന h of y-യും g of y-യും രണ്ട് ആർബിട്രറി ഫങ്ഷൻസ് ആയിരുന്നു. ആ രണ്ട് ആർബിട്രറി ഫങ്ഷൻസ് കൂടി തന്നിട്ടുള്ള കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം കിട്ടുന്ന ഒരു സൊല്യൂഷൻ ആണ്. Consider another example. Solve the PDEs. Dou z by dou x equal to 3x minus y and dou z by dou y is equal to minus x plus cos y. ഇവിടെ simultaneously രണ്ട് ഇക്വേഷൻസ് ആണ്, സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ആണ്, അവയാണ് സോൾവ് ചെയ്യേണ്ടത്. സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയുമായിരിക്കാം, ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്നു. സൊല്യൂഷൻ കണ്ടെത്തി കഴിയുമ്പോൾ രണ്ടിലും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഫസ്റ്റ് ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നു, ഡോ z by dou x equal to 3x minus y. അതിന് 1 എന്ന് നമ്പർ ചെയ്തു. രണ്ടാമത്തെ ഇക്വേഷൻ ഡോ z by dou y equal to minus x plus cos y. ഇക്വേഷൻ നമ്പർ 2 എന്ന് നമ്പർ ചെയ്യുന്നു. Now we integrate first equation partially with respect to x. ഫസ്റ്റ് ഇക്വേഷൻ with respect to x integrate ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ പിന്നെ z എന്ന് മാത്രമായിട്ട് മാറും. 3 into എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2. y കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നു, അതുകൊണ്ട് മൈനസ് വൈ ഇൻറ്റു എക്സ് എന്ന് വരും, പ്ലസ് കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് കിട്ടുക വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ z ഈക്വൽ ടു 3x സ്ക്വയർ ബൈ 2 മൈനസ് വൈ എക്സ് പ്ലസ് ഫംഗ്ഷൻ ഓഫ് വൈ. അതിനെ 3 എന്ന് നമ്പർ ചെയ്യുന്നു. Now we differentiate this equation 3 partially with respect to y. ഈ കിട്ടിയതിനെ with respect to y പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്താൽ ലെഫ്റ്റ് സൈഡിൽ ഡോ z by dou y എന്നാകും. റൈറ്റ് സൈഡിൽ 3x സ്ക്വയർ ബൈ 2 y ഇല്ല, അതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിട്ട് പോകും. ഇവിടെ മൈനസ് എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 ആയിട്ട് മാറും. ഈ ടേം മൈനസ് എക്സ് എന്നായിട്ട് മാറും, പ്ലസ് എഫ് ഓഫ് വൈയുടെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് വൈ എന്ന് എഴുതാം. അതിൽ പിന്നെ വൈ മാത്രമേ വേരിയബിൾ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് സിംഗിൾ ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. സാധാരണ ഡെറിവേറ്റീവ് എഴുതാറുള്ള പോലെ എഫ് ഡാഷ് ഓഫ് വൈ എന്ന് എഴുതും. ഡോ z by dou y ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് വൈ. ഇറ്റ് ഈസ് നെയിംഡ് ആസ് ഇക്വേഷൻ നമ്പർ 4. Now we have expressions for dou z by dou y as minus x plus f dash of y, and from second equation we have another expression for dou z by dou y, that is minus x plus cos y. Dou z by dou y equal to എന്ന് പറഞ്ഞ് ഇക്വേഷൻ 2 ഉണ്ട്, ഇക്വേഷൻ 4 ഉണ്ട്. രണ്ടും dou z by dou y equal to എന്നായതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് dou z by dou y ആണ് രണ്ടിലും, അതുകൊണ്ട് കമ്പയർ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ്സും ഈക്വൽ എന്ന് എഴുതാം. ദാറ്റ് ഈസ് മൈനസ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് വൈ is equal to minus x plus cos y എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? മൈനസ് എക്സ് പ്ലസ് കോസ് വൈ ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് വൈ. അപ്പോൾ വീണ്ടും രണ്ട് സൈഡിലും മൈനസ് എക്സ് എന്ന് വരുന്നു. ക്യാൻസലേഷൻ റൂൾ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എഫ് ഡാഷ് ഓഫ് വൈ ഈക്വൽ ടു കോസ് വൈ എന്നായിരുന്നു. എഫ് ഡാഷ് ഓഫ് വൈ ഈക്വൽ ടു കോസ് വൈ. ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ ഈസ് കോസ് വൈ. എങ്കിൽ എഫ് ഓഫ് വൈ ഈക്വൽ ടു ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും cos y യുടെ ഇൻ്റഗ്രൽ sin y പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇവിടെ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ ആയിട്ട് മാറി, y മാത്രമേ വേരിയബിൾ ഉള്ളൂ. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്നത് c എന്ന് തന്നെ കൊടുക്കാം. ഹെൻസ് ദി റിക്വയർഡ് സൊല്യൂഷൻ ഈസ് z ഈക്വൽ ടു 3x സ്ക്വയർ ബൈ 2 മൈനസ് yx പ്ലസ് sin y പ്ലസ് c, where c is an arbitrary constant. അത് നമ്മൾ ഇസെറ്റിന് ഒരു എക്സ്പ്രഷൻ കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. 3x സ്ക്വയർ ബൈ 2 മൈനസ് വൈ എക്സ് പ്ലസ് എഫ് ഓഫ് വൈ. അതിൽ എഫ് ഓഫ് വൈ ആണ് ആർബിട്രറി ഫംഗ്ഷൻ. ആ ആർബിട്രറി ഫംഗ്ഷൻ നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് കണ്ടുപിടിച്ചു. എഫ് ഓഫ് വൈ ഈക്വൽ ടു സൈൻ വൈ പ്ലസ് സി. അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്നതാണ് സൊല്യൂഷൻ. Now you have two questions to practice. First one is solve dou square u by dou by dou x is equal to 4x into sin 3xy
and second one is dou square z by dou y square plus z equal to 0. Given that when y equal to 0, the value of z is e raised to x, and when y equal to 0, the value of dou z by dou y is 1. ഇത് രണ്ടും നമ്മൾ ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനകത്ത് എക്സും വൈയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. ഇസെഡിന് പകരം യു എന്ന ഒരു ഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് എടുത്തു എന്ന് മാത്രം. രണ്ടാമത്തേൽ പിന്നെ ഇസെഡ് തന്നെയാണ് വൈയും. ഇസെഡ് എന്ന് പറയുമ്പോൾ എക്സും വൈ ഉള്ള ഫംഗ്ഷൻ ആയിരിക്കും മനസ്സിലാക്കാം. കാരണം ഇസെഡ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ്, എക്സ് ഉള്ള ഫംഗ്ഷനൊക്കെ ഇതിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എക്സും വൈയും ആയിരിക്കും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, സെഡ് ഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും. ഇത് രണ്ടും സോൾവ് ചെയ്യും.